നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ. ലൈഫിൽ ഒരിക്കലും പഠനം ഒരു പോയിന്റിൽ നിൽക്കുന്നതല്ല, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനി നമ്മുടെ ക്രാഫ്റ്റിലാണെങ്കിലും നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും കീപ് ലേണിംഗ്. അല്ല, ഈ ഞാൻ പറഞ്ഞ് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ മീരയുടെ കൂടെ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ മീര എന്ന് വിളിക്കുന്ന ഇതാവരുത്. അല്ല, എന്താന്ന് വെച്ചാല് VKP സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നിങ്ങളിങ്ങനെ ഓക്കെ. ഇത് കാണുന്ന പ്രേക്ഷകർ ചിലപ്പോ എന്നോട് അശ്വിന് 18-19 വയസ്സേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഞാൻ മറ്റേ ഇതൊന്നുമല്ല, 30 വയസ്സുണ്ട് കേട്ടോ. ഞാൻ നയം വ്യക്തമാക്കുന്ന ആളല്ലാതെ ശിശുവല്ല. കല്യാണം കഴിച്ചാ ഞാൻ അത് വേണ്ടായിരുന്നു. ഒരു 16-17 വയസ്സ് ഇത്രയും കല്യാണം കഴിച്ചു വേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കൺഗ്രാറ്റുലേഷൻ. അതെന്തായാലും നമ്മൾ കട്ട് ചെയ്തിട്ടോ കേട്ടോ. കല്യാണം കഴിച്ചു വേണ്ടായിരുന്നു. ചേച്ചീനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, ഈ പ്രായത്തിന്റെ അല്ല, അശ്വിനെ പ്രായത്തിന്റെ കണക്ക് പറഞ്ഞ് അന്ന് പിന്നെ ഒരു കഥ പറയല്ലേ മീര. ഞാൻ 4th പഠിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, എന്റെ സ്ഥലത്തിന്റെ പേര് തട്ടാരമ്പലം എന്നാണ്. ആ സ്ഥലത്ത് ഞാൻ 4th എടുത്തെടുത്ത് 4th പഠിക്കും. അതെ, എന്നിട്ട് ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ വന്ന് ഞാൻ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച ആ സുമുഖനാണ് ഈ ഇരിക്കുന്നത്. അശോകൻ അപ്പൊ 4th സ്റ്റാൻഡേർഡിലല്ലേ? അപ്പൊ ഞാൻ 4ഉം ഇത്രയും സപ്പോർട്ടീവ്. ഞാനപ്പോ സെക്കൻഡിലായിരുന്നു. അങ്ങനെയായി എന്റെ കഥ ചീറ്റി പോയെന്നർത്ഥം. കഥക്കായി വിട്ടു വിട്ടു വിട്ടു. രണ്ടുപേരോട് ചോദിക്കാണ് എന്റെ ഈ ചട്ടം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരു ആണെന്നേ തെറ്റിദ്ധാരണ ഈ ഇന്റർവ്യൂ ഇറങ്ങുന്ന ആൾക്കാർക്ക് മാറി കിട്ടും കേട്ടോ. അല്ല, ഞാൻ പറയാൻ വന്നപ്പോ എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ അഭിനയിക്കുന്നു പറഞ്ഞപ്പോ മുതല് നമുക്ക് അപ്പൊ ഞാൻ ഇത്ര ചിന്തിച്ചുള്ളൂ. ഇല്ല, മുൻപുള്ള സിനിമകളൊന്നും, മീരയുടെ മുൻപുള്ള സിനിമ ഒന്നും ഞാൻ കാണത്തില്ല, ഇനിയൊന്നും ഞാൻ കാണാൻ പോകുന്നില്ല. കാരണം എനിക്ക് ടെൻഷൻ ആവുന്നതുകൊണ്ട് ഞാൻ ഒന്നും കാണാതെ ഒരു പുതിയ ആക്ട്രസ് വന്നു എന്നുള്ള രീതിയിൽ തന്നെ. ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. VKP ആണോ കഥ പറയുന്നത് അതോ ആരാണ്? അല്ല, ഇതിന്റെ റൈറ്റർ ആശിഷാണ് കഥ സാറിന്റെ ചീഫ്. അപ്പോഴേ പറഞ്ഞിരുന്നു മീരയാണ് സാർ എന്നോട് പറഞ്ഞായിരുന്നു. പകുതി കഥ കേട്ടപ്പോ അപ്പൊ തന്നെ മീരയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അഭിനയിക്കാൻ താല്പര്യം ശരിക്കും എനിക്ക് തോന്നുന്നു മീര ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു എപ്പിസോഡ് നമ്മൾ അപ്പൊ ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അഭിനയിച്ചിട്ട് ഒരു ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സുവാ. ഞങ്ങൾ ഈ അടുത്തൊരു പ്രോഗ്രാമിന് പോയി, ഏഷ്യാനെറ്റിൽ പോയപ്പം 25 ഇയേഴ്സിന്റെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു, ഇത്രയും നാളും ചെയ്ത പെർഫോമൻസ്. എൻ്റെ പൊന്നോ, അത് കാണുമ്പോൾ ഞാൻ ശരിക്കും റിയലൈസ്, വലിയൊരു ആക്ട്രസിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിച്ചതെന്നു. എനിക്ക് ആ ഭാഗ്യം ഭയങ്കര വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുന്നത്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ. ഞാൻ വേറെ ഒരു വീഡിയോ കട്ട് ചെയ്ത് കണ്ടപ്പോഴാണ് നാഷണൽ അവാർഡ് ഇതൊക്കെ കിട്ടിയതിൻ്റെ കുറേ പെർഫോമൻസ് വീഡിയോ അന്ന് അവിടെ കണ്ടു. അപ്പൊ എനിക്ക് പേടിയായി, ഞാൻ വെറുതെ ഞാൻ അഭിനയിച്ചത്. അത് മാത്രമോ, നാഷണൽ അവാർഡ് വിന്നർ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയെ പറ്റി പറയാം, ചേട്ടനെ പറ്റി പറയാം. ലൈക് സെറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ അഭിനയിക്കുന്നത്, ചേച്ചിയുടെയും ചേട്ടനോട് ഞാൻ പത്മരാജൻ സാറിനോട് വർക്ക് ചെയ്ത് എങ്ങനെയാ, ഭാരതൻ സാറിനോട് വർക്ക് ചെയ്ത് എങ്ങനെ, ഈ ക്യാരക്ടർ ഇതിങ്ങനെ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി കിട്ടാത്ത അവാർഡുകളൊന്നും ഇല്ല, ഏറ്റവും ഇതേപോലെ കിട്ടിയിട്ടില്ല. 2 പ്രാവശ്യം മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം വാങ്ങിച്ച ആളാണ് ഈ പറയുന്നത്. പറയുമ്പോ തന്നെ അതെ അതെ. അല്ല, അങ്ങനെ നമുക്ക് എല്ലാവർക്കും I am blessed to work with them and of course I learn a lot from him. ഒരുപാട്
he's so passionate. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാം. Keep learning and legends and അതൊക്കെ മാറ്റി വെച്ചിട്ടാ when we work അതൊക്കെ മാറ്റി വെക്കും. But we keep learning and ഭയങ്കര ഒരു ഇവരെയൊക്കെ നോക്കുന്നതാണോ അതങ്ങനെയായിരുന്നു ചേച്ചി അന്ന് എപ്പോഴും ആ ഒരു ആ കഥകൾ കേട്ടിരിക്കാൻ തന്നെയല്ലേ സത്യം പറഞ്ഞ വി ആർ ഓൾസോ ബ്ലെസ്ഡ്.